അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സബ്ജക്ട് കോഡ് 3001. Our first module is renewable and non-renewable resources. നമുക്ക് ആദ്യം എന്താണ് ഒരു റിസോഴ്സ് എന്ന് നോക്കാം. A natural resource is anything that we take from environment to meet our needs. എന്താണ് നാച്ചുറൽ റിസോഴ്സ്? നമ്മൾ എൻവിറോൺമെൻറ്റിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങൾക്കും പറയുന്നൊരു പേരാണ് റിസോഴ്സ്. Okay, so there are two types of resources. One is renewable and another is non-renewable resource. So let's see what is meant by a renewable resource. A renewable resource is one that nature replenishes again and again over time through its own processes. എന്താണ് പറയുന്നത്? നാച്ചുറൽ റീപ്ലെനിഷ് ചെയ്യുന്നത്. റീപ്ലെനിഷ് എന്ന വാക്കിൻ്റെ മീനിങ് റിന്യൂ അല്ലെങ്കിൽ റീഫിൽ. അതിൻ്റേതായ പ്രോസസ്സിൽ കൂടി ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നാച്ചുർ പിന്നെയും റിന്യൂ ചെയ്യുന്ന റിസോഴ്സിനെ പറയുന്ന പേരാണ് റിന്യൂവബിൾ റിസോഴ്സ്. അതിന് എക്സാമ്പിൾ സോളാർ എനർജി, ഫോറസ്റ്റ്, വാട്ടർ. ഓക്കെ, അടുത്തത് എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്? A non-renewable resource is available as a finite amount on earth and does not replenish itself over human time scale. ഒരു നിശ്ചിത എമൗണ്ടിൽ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സാണ്. ഒരു ടൈം ഫ്രെയിമിനകത്ത് പിന്നെയും അത് റിന്യൂ ചെയ്യുകയോ റീഫിൽ ആവുകയോ ചെയ്യില്ല. അങ്ങനെ പറയുന്ന റിസോഴ്സിൻ്റെ പേരാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എക്സാമ്പിൾ പെട്രോളിയം, കോൾ, മിനറൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേംസ് പഠിച്ചു. എന്താണ് റിസോഴ്സ്, എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്, എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. Now let's see what is the difference between renewable and non-renewable resources. First one is definition. Definition നമ്മളിതിന് മുന്നത്തെ സ്ലൈഡിൽ കണ്ടു. എന്താണ് റിന്യൂവബിൾ റിസോഴ്സിൻ്റെ ഡെഫിനിഷൻ? ഹിയർ ദർ ഇസ് another definition for another means കുറച്ച് ടേംസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മീനിങ് സെയിം ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് റിന്യൂവബിൾ റിസോഴ്സ്? നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ക്യാൻ ഓവർകം ദ റിസോഴ്സ് ഡിപ്ലീഷൻ ഡ്യൂ ടു കൺസപ്ഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് തീരുന്ന, അതുപോലെ പിന്നെയും റിന്യൂ ആവുന്നത് അല്ലെങ്കിൽ പിന്നെയും റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സിനെ പറയുന്നതാണ് റിന്യൂവബിൾ റിസോഴ്സ്. ആൻഡ് വാട്ട് ഈസ് നോൺ റിന്യൂവബിൾ? റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് റിന്യൂ ഇറ്റ് സെൽഫ് സഫീഷ്യൻ്റ്ലി ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് എക്സ്ട്രാക്ഷൻ ഇൻ മീനിങ്ഫുൾ ഹ്യൂമൻ ടൈം ഫ്രെയിംസ്. ഇക്കണോമിക് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തു നിന്ന് കിട്ടുന്ന ഇക്കണോമിക് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു സമയത്തിനുള്ളിൽ ഹ്യൂമൻ ടൈം ഫ്രെയിംസിനകത്ത്, ഹ്യൂമൻ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 100 ഇയേഴ്സിനുള്ളിൽ ഒന്നും തന്നെ റിന്യൂ ആവാത്ത റിസോഴ്സ് എന്ന് പറയുന്നതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, അടുത്തത് എന്താണ് ഡിഫറൻസ്? ലിമിറ്റ്. റിന്യൂവബിൾ റിസോഴ്സ് ഇസ് അൺലിമിറ്റഡ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ലിമിറ്റഡ്. ഓക്കെ, എഫക്റ്റ് ഓൺ എൻവിറോൺമെൻറ്റ്. റിന്യൂവബിൾ റിസോഴ്സിന് എന്തെങ്കിലും എന്താ പറയുക, ഹാംഫുൾ എഫക്റ്റ് ഉണ്ടോ എൻവിറോൺമെൻറ്റിൽ യൂസ് ചെയ്യുന്നതിന്? ഇല്ല. മോസ്റ്റ്ലി ദർ യൂസേജ് ഇസ് എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ബട്ട് ഇൻ കേസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ദേ ആർ ഹാംഫുൾ ടു എൻവിറോൺമെൻറ്റ്. പെട്രോളിയം ഒക്കെ ഉപയോഗിക്കുമ്പം അതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന ഗ്യാസസ് ഒക്കെ പൊല്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് അതിനൊക്കെ ഒരു റീസൺ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് റെസ്ട്രിക്ഷൻസ്. Renewable resource is convenient to use, whereas non-renewable there are restrictions in using these resource. എന്തുകൊണ്ടായിരിക്കും റെസ്ട്രിക്ഷൻസ്? ഒന്ന്, ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ അത് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, അങ്ങനത്തെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് കോസ്റ്റ്. റിന്യൂവബിൾ റിസോഴ്സസ് ഫ്രീലി അവൈലബിൾ ഇൻ നാച്ചുർ, അല്ലേ? സോളാർ എനർജി ആണെങ്കിലും വിൻഡ് എനർജി, വാട്ടർ, അതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് നാച്ചുറിന് അവൈലബിൾ ആണ്. ബട്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സസും തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ സോ നോട്ട് ചെയ്യാം. നൗ ലെറ്റ്സ് സീ അബൌട്ട് ഫോറസ്റ്റ് റിസോഴ്സസ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റിന്യൂവബിൾ റിസോഴ്സിനെ പറ്റി പഠിക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഫോറസ്റ്റ് റിസോഴ്സസ്. ഓക്കെ, what is forest resource? A forest can be defined as a biotic community predominant of trees, shrubs or any other woody vegetation, usually in a closed canopy. എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ഫോറസ്റ്റ് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് മെയിൻലി ഫോറസ്റ്റിലുള്ളത്. പ്രീഡോമിനൻറ്റ് മെയിനായിട്ടും ട്രീസ്, ഷർബ്സ്
ഓർ അതർ വുഡി വെജിറ്റേഷൻ. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചപ്പ്, ഒരു മരങ്ങളും ഷർബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളും വുഡി വെജിറ്റേഷൻ പ്ലാന്റ്സ് എല്ലാം ഉള്ള ഒരു ക്ലോസ്ഡ് കനോപ്പി. ഒരു ക്ലോസ്ഡ് കനോപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു കുടക്കീഴിലുള്ള ഒരു റിസോഴ്സാണ് ഫോറസ്റ്റ് റിസോഴ്സ്. ഓക്കെ, now let's see what are the economic benefits of forest. ഫോറസ്റ്റിൻ്റെ ഇക്കണോമിക് ബെനിഫിറ്റ്സ് മെയിനായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് യൂസ് വാല്യൂസ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് നോൺ യൂസ് വാല്യൂസ്. ഓക്കെ, യൂസ് വാല്യൂസിൽ തന്നെ 3 യൂസ് വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് യൂസ് വാല്യൂസ്, സെക്കൻഡ് വൺ ഇസ് ഇൻഡയറക്റ്റ് യൂസ് വാല്യൂസ് ആൻഡ് തേർഡ് വൺ ഇസ് ഓപ്ഷൻ യൂസ് വാല്യൂസ്. Now let's see what is meant by direct use values. ഡയറക്റ്റ് യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചില റിസോഴ്സസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിനാണ് ഡയറക്റ്റ് യൂസ് വാല്യൂസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് യൂസ് വാല്യൂസിൽ തന്നെയുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് എക്സ്ട്രാക്റ്റീവ് ഡയറക്റ്റ് യൂസ്. സെക്കൻഡ് വൺ ഇസ് നോൺ എക്സ്ട്രാക്റ്റീവ് ഡയറക്റ്റ് യൂസ്. സോ വാട്ട് ഇസ് എക്സ്ട്രാക്റ്റീവ് ഡയറക്റ്റ് യൂസ്? എക്സ്ട്രാക്റ്റീവ് ഡയറക്റ്റ് യൂസിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ടിമ്പർ, ഫ്യൂവൽ വുഡ്, എഡിബിൾ പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്. മരം, ടിമ്പർ എന്ന് പറഞ്ഞാൽ തടി. ഫ്യൂവൽ വുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വുഡിനെ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമല്ല, ലാർജ് സ്കെയിലിൽ പല ഇൻഡസ്ട്രീസിലും നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്യൂവലായിട്ട്. പിന്നെ എഡിബിൾ പ്ലാന്റ്സ്, എഡിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ്. മെഡിസിനൽ പ്ലാന്റ്സ്, കുറേ മെഡിസിനൽ വാല്യൂള്ള പ്ലാന്റ്സും ഫോറസ്റ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഫോറസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഡയറക്റ്റ് യൂസസ്. ഓക്കെ, now let's see what is non extractive direct use. രണ്ട് നോൺ എക്സ്ട്രാക്റ്റീവ് ഡയറക്റ്റ് യൂസസ്, റിക്രിയേഷൻ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഫോറസ്റ്റ് എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ റിക്രിയേഷനും ടൂറിസത്തിനും വേണ്ടിയിട്ട് ഫോറസ്റ്റ് റിസോഴ്സിനെ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തത് ഇൻഡയറക്റ്റ് യൂസ് വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാർബൺ അബ്സോർപ്ഷൻ, പ്രൊവിഷൻ ഓഫ് ഹാബിറ്റാറ്റ്, റിഡക്ഷൻ, റെഡ്യൂസ് സോയിൽ ഇറോഷൻ, സിൽട്ടേഷൻ ഓഫ് റിവേഴ്സ്. ഓക്കെ, നമ്മൾക്ക് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻപുട്ടായിട്ട് എന്തെടുക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് പ്ലാന്റ്സ് പ്രിപ്പയർ ദർ ഫുഡ്. ഓക്കെ, ആ പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇൻപുട്ടാക്കി ആരെടുക്കും? പ്ലാന്റ്സ് എടുക്കും. അപ്പോൾ കാർബണെ അബ്സോർബ് ചെയ്യുന്നത് വഴി എന്ത് കുറയ്ക്കും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ബട്ട് ഇറ്റ് ഈസ് എ യൂസ്. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഓഫ് ഹാബിറ്റാറ്റ്. ഒരുപാട് ആനിമൽസിനും ബേർഡ്സിനൊക്കെ ഫോറസ്റ്റ് ഒരു ഹാബിറ്റാറ്റാണ്. നെക്സ്റ്റ് ഇസ് റെഡ്യൂസ് സോയിൽ ഇറോഷൻ. കുറേ മരങ്ങൾ തിങ്ങി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് മണ്ണിനെ ഹോൾഡ് ചെയ്യും, അതുകൊണ്ട് സോയിൽ ഇറോഷൻ റെഡ്യൂസ് ആവും. ദാറ്റ് ഈസ് അനദർ ഇൻഡയറക്റ്റ് യൂസ് ഓഫ് ഫോറസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സിൽട്ടേഷൻ ഓഫ് റിവേഴ്സ്. സിൽട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഒലിച്ചു പോകുന്ന ഈ ചെളി അതൊക്കെ പിടിച്ചു നിർത്തും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ ഇൻഡയറക്റ്റ് യൂസസ്. ഓക്കെ, അടുത്ത യൂസ് വാല്യൂ ഓപ്ഷൻ യൂസ് വാല്യൂസ് ആണ്. വാട്ട് ഇസ് മീൻ ബൈ ദിസ് ഓപ്ഷൻ യൂസ് വാല്യൂ? ഓപ്ഷൻ ടു യൂസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂസ് ഇൻ ഫ്യൂച്ചർ. അതൊരു ഓപ്ഷൻ പോലെ നമ്മൾ വെക്കണം. നേരത്തെ കണ്ട ഡയറക്റ്റ് യൂസ് വാല്യൂസും ഇൻഡയറക്റ്റ് യൂസ് വാല്യൂസും ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ ഒരു ഓപ്ഷനായിട്ട് നമ്മൾ വെക്കുകയാണ്. അതിനാണ് ഓപ്ഷൻ യൂസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് യൂസ് വാല്യൂസിൽ വരുന്നത്. നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് നോൺ യൂസ് വാല്യൂസ്. നോൺ യൂസ് വാല്യൂസിലും 2 പോയിന്റ് ആണുള്ളത്. ഒന്ന് ബിക്വസ്റ്റ് വാല്യൂ, സെക്കൻഡ് വൺ ഇസ് എക്സിസ്റ്റൻസ് വാല്യൂ. ബിക്വസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലീവ് നാച്ചുറൽ ക്യാപിറ്റൽ ടു ഫ്യൂച്ചർ ജനറേഷൻ. ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന കുറേ റിസോഴ്സസ് ഉണ്ട്, യൂസസ് ഉണ്ട്, അതൊക്കെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്, നമ്മൾ ഉപയോഗിക്കുകയാണ്. അതാണ് ബിക്വസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ benefit obtained from knowing that certain area species are being conserved. ചില ഏരിയയിൽ ചില സ്പീഷീസും അല്ലെങ്കിൽ ചില ഏരിയാസ് ഓഫ് ഫോറസ്റ്റ്. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ മഴക്കാടുകൾ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് യൂസ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഭാവിയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ യൂസ് കിട്ടുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ എക്സിസ്റ്റൻസ് ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു എക്സിസ്റ്റൻസ് യൂസ് വാല്യൂ ഉള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഈസ് മെൻ ബൈ എക്സിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ നമ്മൾ 2 യൂസ് വാല്യൂസ് കണ്ടു, യൂസ് വാല്യൂസ് ആൻഡ് നോൺ യൂസ് വാല്യൂസ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്
റിസോഴ്സസ് സപ്ലൈഡ് ബൈ ഫോറസ്റ്റ്. എന്തൊക്കെ റിസോഴ്സാണ് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 3 type of resources. ഒന്ന് മെറ്റീരിയൽ ഗുഡ്സ്, സെക്കൻഡ് വൺ ഇസ് ഇക്കോസിസ്റ്റം സർവീസസ്, ആൻഡ് തേർഡ് വൺ ഇസ് അതർ ബെനിഫിറ്റ്സ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ ഗുഡ്സ് ആണ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നത്? നമ്മൾ നേരത്തെ കണ്ടു വുഡ് കിട്ടുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ വുഡ് ആൻഡ് ഫ്യൂവൽ വുഡ്. ഫ്യൂവലിന് ഉപയോഗിക്കുന്നുണ്ട്, കൂടാതെ ഇൻഡസ്ട്രീസിലും നമ്മുടെ വുഡ് റോ മെറ്റീരിയലായിട്ട് എടുക്കുന്ന കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. മരം കൊണ്ടുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിന് വുഡ് എന്താണ് റോ മെറ്റീരിയലാണ്. അങ്ങനെ എടുക്കുന്ന കേസിലാണ് ഇൻഡസ്ട്രിയൽ വുഡും അല്ലാണ്ട് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ്, പാചകത്തിന് മാത്രമല്ല ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന കേസിലൊക്കെയാണ് ഫ്യൂവൽ വുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നോൺ വുഡ് പ്രൊഡക്ട്സ്. വുഡ് മാത്രമല്ല നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, വേറെ എന്തൊക്കെയുണ്ട്? ഫുഡ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഹണി, മെഡിസിനൽ പ്ലാന്റ്സ്, മിനറൽസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ എക്കോസിസ്റ്റം സർവീസസ് എന്തൊക്കെയാണ് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന? നമുക്ക് എക്കോസിസ്റ്റത്തിന് ഫോറസ്റ്റ് കൊടുക്കുന്ന കുറേ സർവീസസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോയിൽ ജനറേഷൻ, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ, nutrient recycling, maintenance of biodiversity, providing habitat for animals, mitigation of climate changes, absorption of carbon. ഓക്കെ, അപ്പോൾ ഇത്രയും സർവീസസ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് വേണ്ടി ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് കുറേയുണ്ട്. അതല്ലാണ്ട് മിറ്റിഗേഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചസ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചസ് കുറയ്ക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ഭയങ്കരമായ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതാണ് മിറ്റിഗേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ കണ്ടു ഒരു ഇൻഡയറക്റ്റ് യൂസ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ, അത് ഇക്കോസിസ്റ്റത്തിന് ചെയ്യുന്നൊരു സർവീസാണ്. മെയിൻ്റനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, കാരണം ഒരുപാട് പ്ലാന്റ്സിനും ആനിമൽസും ഒക്കെ ഫോറസ്റ്റ് ഒരു ഷെൽട്ടർ കൊടുക്കുന്ന ഒരു ഹാബിറ്റാറ്റാണ്. അപ്പം ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, എയർ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നു, വാട്ടറും സോയിലൊക്കെ കൺസേർവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സർവീസസ് എക്കോസിസ്റ്റത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത റിസോഴ്സ് എന്താണ്? കുറച്ച് അതർ ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടു, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. കുറേ പേർക്ക് ഫോറസ്റ്റ് ഒരു ഇൻകം സോഴ്സാണ്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു. റിക്രിയേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നു. റിക്രിയേഷൻ പർപ്പസ് ഇപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഫോറസ്റ്റിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഫോറസ്റ്റാണ് ഇപ്പം അവിടെ എന്താ പറയുക, വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളവിടെ എന്തായാലും ഫോറസ്റ്റാണ് ഉള്ളത്. അപ്പം അത് റിക്രിയേഷൻ്റെ ഒരു പാർട്ടാണ്. പ്ലസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉപയോഗിക്കുന്നു. നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ നമ്മൾ കണ്ടു, ബയോഡൈവേഴ്സിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ, എസ്തെറ്റിക് പ്ലഷർ, സ്പിരിച്വൽ സൊലൈസ്, രണ്ട് ഡിഫറെൻറ്റ് വാക്കുകളാണ് അല്ലേ. വാട്ട് ഇസ് മീൻ ബൈ ദിസ് എസ്തെറ്റിക് പ്ലഷർ? എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യാത്മകമായ, ഇപ്പം അത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കുറേ പച്ചപ്പ് കാണുന്ന കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയുന്ന പോലെ ഫോറസ്റ്റ് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റിനടുത്ത് പോയി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരു സൗന്ദര്യാത്മകമായ ഒരു കാഴ്ചയാണ് നമുക്ക് തരുന്നത്, മനസ്സിനൊരു സന്തോഷം. അതുപോലെ തന്നെയാണ് സ്പിരിച്വൽ സൊലേസ് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം. ഓക്കെ, നമുക്ക് ഭയങ്കര ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറിലിരിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് അതർ ബെനിഫിറ്റ്സ് ഫോറസ്റ്റ് കൊണ്ടുള്ളത്. അപ്പം മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ കണ്ടത്. മെറ്റീരിയൽ ഗുഡ്സ്, ഇക്കോസിസ്റ്റം സർവീസസ്, ആൻഡ് തേർഡ് വൺ ഇസ് അതർ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ റിസോഴ്സ് ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യൂസസ് ഉണ്ട്. സോ ഡു യു തിങ്ക് വെദർ ഫോറസ്റ്റ് ഇസ് ഗെറ്റിംഗ് ഓവർ എക്സ്പ്ലോയിറ്റഡ്? ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും ഹ്യൂമൻ ബീങ്സ് ഫോറസ്റ്റിനെ കുറേ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? മാൻ ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ഫോറസ്റ്റ് ഫോർ ഫുഡ്, മെഡിസിൻ, ഷെൽട്ടർ, വുഡ് ആൻഡ് ഫ്യൂവൽ. ഈ 4 കാര്യങ്ങൾക്കല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ മെയിനായിട്ടും ഭക്ഷണത്തിന്, മെഡിസിൻ, ഷെൽട്ടർ, വുഡ് ആൻഡ് ഫ്യൂവൽ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മരം ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഫോറസ്റ്റ് കട്ട് ചെയ്യും മരത്തിന് വേണ്ടിയിട്ട്, ഫ്യൂവലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം, വുഡ്, മെഡിസിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ ഓവറായിട്ട് ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് ഗ്രോയിങ് പോപ്പുലേഷൻ ദ ഡിമാൻഡ്സ് ഫോർ റോ മെറ്റീരിയൽസ് ലൈക്ക് ടിമ്പർ, പൾപ്പ്, മിനറൽ, ഫ്യൂവൽ, വുഡ് ഇൻക്രീസസ് അല്ലേ. സ്വാഭാവികമായും പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് റോ മെറ്റീരിയൽസ്, ഇതൊക്കെ ഈ പൾപ്പ് എന്തിൻ്റെ റോ മെറ്റീരിയലാണ് നമുക്കറിയാം, പേപ്പർ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ പൾപ്പ്. ഓക്കെ, അപ്പോൾ
ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വേണം. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറസ്റ്റിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ലാർജ് സ്കെയിൽ ലോഗിങ്, മൈനിങ്, റോഡ് ബിൽഡിംഗ് ആൻഡ് ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ്. ലാർജ് സ്കെയിൽ ലോഗിങ്. എന്താണ് ലോഗിങ്? ലോഗിങ് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് പ്ലാന്റ്സിനെ കട്ട് ചെയ്യുന്നത്. അതായത് ഈ ഡിഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലാർജ് സ്കെയിൽ ചില ഇൻഡസ്ട്രീസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ബൾക്കായിട്ട് മരങ്ങളെ വെട്ടുന്നതിനാണ് ലോഗിങ് എന്ന് പറയുന്നത്. മൈനിങ് എന്താ നിങ്ങൾക്കറിയാം, റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒക്കെ ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്യുന്നു. ഇത് ഓവർ എക്സ്പ്ലോയിറ്റേഷന് കാരണമാകുന്നു. ആൻഡ് ഫോറസ്റ്റ് കോൺട്രിബ്യൂട്ട് സബ്സ്റ്റാൻഷ്യലി ടു ദ നാഷണൽ എക്കോണമി. സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് നമ്മുടെ നാഷണൽ എക്കോണമിക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കാരണം കുറേ റിസോഴ്സ് ഉണ്ട് ഫോറസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എന്ത് സംഭവിക്കുന്നു? എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഈ 4 പോയിന്റ്സ് ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റിൻ്റെ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, now let's see what is meant by deforestation. ഡിഫോറസ്റ്റേഷൻ എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിഫോറസ്റ്റേഷൻ ഇസ് ദ ലാർജ് സ്കെയിൽ റിമൂവൽ ഓഫ് ഫോറസ്റ്റ്. Forests are burned or cut down for various reasons like farming, settlement, mining, plantation, industry, timber and fuel. ഓക്കെ, അപ്പം ഈ കാരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടുന്നതോ അല്ലെങ്കിൽ ബേൺ ചെയ്യുന്നതോ എന്ന് പറയുന്ന പേരാണ് എന്ത്? ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ ഡെഫിനിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 2 മാർക്കിലൊക്കെ ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. അതുപോലെ കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷനും 8 മാർക്സിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഡിഫോറസ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. കോസസ് എല്ലാവർക്കും അറിയാവുന്ന കുറേ കോമൺ കോസസ് ഉണ്ട്. ഒന്ന് അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് നശിപ്പിക്കാറുണ്ട്, വെട്ടി നശിപ്പിക്കുന്നു. കൊമേഴ്ഷ്യൽ ലോഗിങ്. ലോഗിങ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ് ഞാൻ പറഞ്ഞത്? കട്ട് ഡൗൺ ചെയ്യുക, കുറേ ബൾക്കായിട്ട് മരങ്ങൾ വെട്ടുന്നത്. കൊമേഴ്ഷ്യൽ ലോഗിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയലായിട്ട് ചിലപ്പോൾ മരം വേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് മരങ്ങൾ വെട്ടുന്നു. നെക്സ്റ്റ് വൺ, ദ ക്യാഷ് ക്രോപ്പ് എക്കോണമി. എന്താണ് ക്യാഷ് ക്രോപ്പ് എക്കോണമി എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, 2 ടൈപ്പ് ഓഫ് ക്രോപ്സ് ഉണ്ടല്ലേ, മെയിൻലി ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചില ക്രോപ്സും. ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടല്ല, പക്ഷേ അതിനകത്തുനിന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോട്ടൺ പഞ്ഞീൻ്റെ കൃഷി, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ല, പക്ഷെ അതിനകത്ത് നമുക്ക് അത് ഒരു ക്യാഷ് ക്രോപ്പാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണത്. എല്ലാ കൃഷിയും അങ്ങനെയാണ്, ബട്ട് മെയിൻലി ഫുഡിന് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്, അല്ലാണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാഷ് ക്രോപ്പ് എക്കോണമിക്ക് വേണ്ടിയിട്ടും ഡിഫോറസ്റ്റേഷൻ ബൾക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് മൈനിങ്. മൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാന്റ്സ് വെട്ടി നശിപ്പിക്കുന്നുണ്ട്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഓരോ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് റിസോഴ്സ് കിട്ടുന്നുണ്ട്, അതും ഡിഫോറസ്റ്റേഷൻ റീസൺ ആണ്. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. എന്താണ് അർബനൈസേഷൻ? നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് വേറെ, അതായത് ഇപ്പോൾ ടൗൺ ഏരിയയിലും അങ്ങോട്ടൊക്കെ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പം അവിടെ സ്ഥലം ആവശ്യമാണ്, അപ്പോൾ ആ ഏരിയയിലുള്ള ഫോറസ്റ്റ് വെട്ടുന്നു. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷനും ഇതുപോലെ തന്നെയാണ്. കുറേ ഇൻഡസ്ട്രീസ് വളരാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സ്പേസ് വേണം. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയാണ് മാക്സിമം സ്പേസ് ഉള്ളൊരു സ്ഥലം, അതുകൊണ്ട് ഫോറസ്റ്റ് വെട്ടുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ഡാം റിസർവോയർസ്. ഡാമിൻ്റെ കേസും ഇത് തന്നെയാണ്, ബൾക്ക് ഏരിയ വേണം, അത് നിയർ ബൈ ഫോറസ്റ്റ് സ്ഥലങ്ങളായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്? റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടും ഡിഫോറസ്റ്റേഷൻ നടത്തുന്നു. ഇത്രയും നമ്മൾ കണ്ടത് ഒരു മാൻ മെയ്ഡ് റീസൺസ് ആണ്, അല്ലേ? മനുഷ്യനിർമ്മിതമായ റീസൺസ് ആണ്. അടുത്ത പോയിന്റ് ഇസ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയർ എന്താണ്? ഒരു നാച്ചുറൽ റീസൺ ആണ്, കാട്ടുതീ. അത് കാരണം ഡിഫോറസ്റ്റേഷൻ സംഭവിക്കാറുണ്ട്, ബൾക്കായിട്ട് ഒത്തിരി ഫോറസ്റ്റ് നശിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് എൻക്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കടന്നു കയറ്റം. ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് കാടിൻ്റെ സ്ഥലങ്ങൾ കടന്നു കയറി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വനം നശിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് പൊല്യൂഷൻ ഡ്യൂ ടു ആസിഡ് റെയിൻ. ആസിഡ് റെയിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആസിഡ് റെയിൻ മൂലമുണ്ടാകുന്ന പൊല്യൂഷൻ കാരണം ഡിഫോറസ്റ്റേഷൻ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻ കോസസ് ഓഫ് deforestation. Okay,
Now let's see what are the problems due to deforestation. ഈ ഡിഫോറസ്റ്റേഷൻ മൂലമുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഫുഡ് പ്രോബ്ലംസ്. ഫുഡ് എന്നൊരു റിസോഴ്സ് നമ്മൾ ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് വരും. അത് ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയും ഡിഫോറസ്റ്റേഷൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇക്കോളജിക്കൽ ഇംബാലൻസ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇൻക്രീസിങ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് എന്തുണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്, ഫോട്ടോസിന്തസിസ് ഉള്ള പ്രോസസ്സിൽ. അപ്പം സ്വാഭാവികമായും കുറേ പ്ലാന്റ്സ് പോകുമ്പം നമ്മുടെ ഇക്കോളജിക്കൽ ഇംബാലൻസ് തന്നെ സംഭവിക്കും, കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ആവുന്നതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫ്ലഡ്സ് ലീഡിങ് ടു സോയിൽ ഇറോഷൻ. ഫ്ലഡ്സ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും മണ്ണ് ഒലിച്ചു പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രക്ഷൻ ഓഫ് റിസോഴ്സസ്. ഒരുപാട് റിസോഴ്സസ് ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡിഫോറസ്റ്റേഷൻ കാരണം ഇല്ലാണ്ടാകും. ഹെവി സിലിറ്റേഷൻ ഓഫ് ഡാംസ്. സിലിറ്റേഷൻ നമ്മൾ നേരത്തെ കണ്ടു, മണ്ണിങ്ങനെ പിടിച്ചു നിർത്തേണ്ട ഒലിച്ചു പോകുന്നത്, അതും ഡിഫോറസ്റ്റേഷൻ കാരണം സംഭവിക്കും. ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ്. ക്ലൈമാറ്റിക് ചേഞ്ചസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും ഡിഫോറസ്റ്റേഷൻ കൂടുന്നതനുസരിച്ച്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആസ് വി ഹാവ് സീൻ, എന്താണ്, കുറേ പ്ലാന്റ്സിനും ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഹാബിറ്റായിട്ടാണ് ഫോറസ്റ്റ്. അപ്പം ഒരു ബൾക്ക് ഏരിയയിൽ ഫോറസ്റ്റ് പോകുമ്പം അത്രയും ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകും. ചില റെയർ സ്പീഷീസ് ഓഫ് എന്താ പറയുക പ്ലാന്റ്സ് അല്ലെങ്കിൽ റെയർ സ്പീഷീസ് ഓഫ് ആനിമൽസ് ഒക്കെ ഫോറസ്റ്റിലുണ്ട്, അതൊക്കെ നമുക്ക് നഷ്ടമാകും. ഓക്കെ, വെർ ഫോറസ്റ്റ് ആർ റീപ്ലാന്റഡ് ദർ റീപ്ലേസ്മെന്റ് ക്യാൻ മീൻ ലോസ് ഓഫ് ക്വാളിറ്റി. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പകരം നമ്മളൊരു മരം നടുന്നുണ്ടെന്ന്. പക്ഷെ ഒരു ഫോറസ്റ്റ് തന്നെ ഇല്ലാണ്ടായിട്ട് പിന്നെ നമുക്ക് എന്തോരം സമയം എടുക്കും അതൊന്ന് തിരിച്ച് ആ ഒരു ഫോമിലേക്ക് ആയി വരാൻ. ഈവൻ ആയി വന്നാൽ തന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഒരു ക്വാളിറ്റി അവിടെ കിട്ടില്ല എന്നാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ക്ലൈമറ്റ് ടു ബിക്കം എക്സ്ട്രീം ഇൻ നേച്ചർ. ഭയങ്കരമായ ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഇപ്പോൾ കാലം തെറ്റിയ മഴ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചൂട് ഭയങ്കരമായിട്ട് കൂടും. അതിനൊക്കെ റീസൺ ഡിഫോറസ്റ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണത്. ഓക്കെ, ദ ഒക്കറൻസ് ഓഫ് ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ് എഫക്റ്റിംഗ് ദ എക്കോണമി. ഫ്ലഡ്സും ഡ്രോട്ട്സും ഒക്കെ സംഭവിക്കും, അതിനൊക്കെ ഡിഫോറസ്റ്റേഷൻ ഒരു കാരണമാണ്. ഓക്കെ, മോസ്റ്റ് ഹ്യൂമൻ റീജിയൻസ് ചേഞ്ച് ടു ഡെസേർട്ട്. എന്താണെന്നല്ല, തണുപ്പും ഊഷ്മളതയുള്ള റീജിയൻസ് ഒക്കെ ഡെസേർട്ടായിട്ട് മാറും ഫോറസ്റ്റ് കട്ട് ചെയ്യുന്നത് വഴി. എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഫോറസ്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ കുറേ ഏരിയയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അത് പൊല്യൂഷനിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ വാർമിങ്. ഗ്ലോബൽ വാർമിങ് സോൾവ് ചെയ്യാൻ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഡിഫോറസ്റ്റേഷൻ കാരണം ഗ്ലോബൽ വാർമിങ് കൂടുന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ദ സ്ട്രെസ് ഓഫ് എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് മേ മേക്ക് സം സ്പീഷീസ് മോർ സസ്പെക്റ്റബിൾ ടു ദ എഫക്ട്സ് ഓഫ് ഇൻസെക്ട്സ്, പൊല്യൂഷൻ, ഡിസീസ് ആൻഡ് ഫയർ. നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് കുറേ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് ഹാബിറ്റാറ്റാണ്. അപ്പം ചില സ്പീഷീസ്, ചില റെയർ സ്പീഷീസൊക്കെ അതിന് ആ ഫോറസ്റ്റിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ പുറത്ത് വന്നാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും, പൊല്യൂഷൻ എഫക്റ്റ് ആവും. അങ്ങനെ ഒരു എൻവിറോൺമെൻറ്റൽ സ്ട്രെസ് ഒക്കെ സംഭവിക്കാം. അപ്പം ഇതൊക്കെയാണ് ഡിഫോറസ്റ്റേഷൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രോബ്ലം മെയിനായിട്ട് എന്താണ് റിസോഴ്സ് എന്ന് കണ്ടു, നോൺ റിന്യൂവബിളും റിന്യൂവബിൾ റിസോഴ്സസിനെ പറ്റി കണ്ടു, ഡിഫറൻസസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു, ഫോറസ്റ്റ് റിസോഴ്സസിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സിനെ പറ്റി കണ്ടു, ഏതൊക്കെ റിസോഴ്സാണ് ഫോറസ്റ്റ് സപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി, ഫോറസ്റ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു, ഡിഫോറസ്റ്റേഷൻ എന്താണെന്ന് പഠിച്ചു, ഡിഫോറസ്റ്റേഷൻ്റെ കോസസ് ആൻഡ് പ്രോബ്ലംസ് ഡ്യൂ ടു ഡിഫോറസ്റ്റേഷൻ.